ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാർ ഇന്ത്യയിലേക്ക് വരുന്നു, പക്ഷേ കൂടുതൽ വിശദാംശങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഈ മോദിയെ കാണാൻ മസ്ക് പോയത് ഓർക്കുന്നില്ലേ? അതെ, മോദി ഇരിക്കുന്ന മുറിയിലേക്ക്, ഗസ്റ്റ് ഹൗസിലേക്ക് മസ്ക്, ഭാര്യ, 3 കുട്ടികൾ, ഒരു കുഞ്ഞിനെ മസ്കിൻ്റെ ഭാര്യ കയ്യിലെടുത്തിരിക്കുന്നു, 2 കുട്ടികൾ. ആ കുട്ടികൾ ഒരപ്പൂപ്പൻ്റെ അടുത്ത് ഇടപെടുന്ന പോലെ മോദിയോട് ഇടപെടുന്നു. മോദി അവർക്ക് സമ്മാനം കൊടുക്കുന്നു. കൊടുത്ത സമ്മാനം എന്താണെന്നറിയോ? അതായത് കുറച്ച് പുസ്തകങ്ങൾ, ഒന്ന് ഇന്ത്യൻ ക്ലാസിക് ബുക്സാണ് കൊടുത്തത്, ഒന്ന് RK നാരായണൻ്റെ കളക്ഷൻസ് കൊടുത്തു, പിന്നെ ക്രസൻറ്റ് മൂൺ എന്ന് പറയുന്ന മറ്റേ ടാഗോറിൻ്റെ പുസ്തകം കൊടുത്തു, പിന്നെ പണ്ഡിറ്റ് വിഷ്ണു ശർമ്മ എടുത്ത പഞ്ചതന്ത്രം കഥകൾ. ഇതാണ് 2 പാക്കറ്റിലായിട്ട് മോദി മസ്കിൻ്റെ കുട്ടികൾ കൊടുത്ത്. മസ്ക് തിരിച്ചൊരു സമ്മാനം കൊടുത്തു. മസ്ക് സമ്മാനം കൊടുക്കുന്ന ചിത്രം, ഈ 2 ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. മസ്ക് ഒരു സമ്മാനം കൊടുത്തു, അതിൻ്റെ വീഡിയോ ഉണ്ട്, അതിൻ്റെ ചിത്രങ്ങളുണ്ട്. പക്ഷേ എന്താണ് സമ്മാനം എന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ ഇതെന്താണ്, മസ്ക് എന്തായിരിക്കും മോദിക്ക് സമ്മാനമായി കൊടുത്തത്? ഞാനത് അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് കിട്ടി. അത് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ, സ്റ്റാർഷിപ്പ്, അത് ആകാശത്തേക്ക് പറന്നിട്ട് അവിടെ സ്പേസ് സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അതിന് ഈ വേഗത്തിൽ പറന്ന് വീണ്ടും തിരിച്ചു വന്ന് സുരക്ഷിതമായി ഉപയോഗിക്കാൻ, അതിന് കടുത്ത ചൂടാണല്ലോ ഇത് പറന്നു പോകുമ്പോൾ, ഈ അന്തരീക്ഷവുമായി ഉരഞ്ഞ് ചൂടുണ്ടാവും. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഹീറ്റ് ഷീൽഡ് ടൈൽസ്, അതായത് ചൂടിനെ പ്രതിരോധിക്കാൻ ഈ സ്റ്റാർഷിപ്പിൻ്റെ പുറത്തൊട്ടിക്കുന്ന ടൈൽസ്. അങ്ങനെ അവരുടെ 5th ടെസ്റ്റ് ഫ്ലൈറ്റിന് പോയ സ്റ്റാർഷിപ്പിൻ്റെ ഒരു ഹീറ്റ് ഷീൽഡ് ടൈലാണ് മോദിക്ക് സമ്മാനമായി മസ്ക് കൊടുത്തത്. സംഭവം മനസ്സിലായോ? അതായത് ഇദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ബഹിരാകാശത്തേക്ക് പോകുന്ന വാഹനം, അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ 5ാമത്തെ പറക്കലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അതിന് ഈ ചൂടിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിന് പുറത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആവരണത്തിൻ്റെ ഒരു ടൈലാണ്, അതിൻ്റെ ഒരു ടൈലാണ് മോദിക്ക് കൊടുത്തത്. അപ്പോൾ അത് വെറുതെ അതാണ് അത്ര വലിയ കാര്യമാണെന്ന് വെച്ചാൽ അതൊരു വലിയ ചരിത്രമാണ്. മാനവരാശിയുടെ ചരിത്രത്തിലെ നിർണായകമായൊരു നേട്ടമാണ് ബഹിരാകാശത്തേക്ക് എത്തുക എന്നുള്ളത്. ബഹിരാകാശത്തേക്ക് എത്തുക, പലതവണ പുനരുപയോഗിക്കാൻ കഴിയുന്നൊരു വാഹനം, അത്തരം വാഹനം പിന്നെയും നമ്മുടെ അതിൻ്റെ എക്സ്പെൻസ് വല്ലാണ്ട് കുറയ്ക്കുന്നു അല്ലേ? ഒരു നേരത്തെ ഒരു റോക്കറ്റ് അപ്പോളോ പോയി കഴിഞ്ഞാൽ തീർന്നു, പിന്നെ കടലിൽ തീരുകയാണ്. ഇത് അങ്ങനെയല്ല, സ്പേസ് ഷിപ്പുകൾ പോകുന്ന പോലെ പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ ഉപയോഗിക്കുന്നു. അതൊന്ന്. രണ്ടാമത്, മുമ്പൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്ന സർക്കാരായിരുന്നെങ്കിൽ എലോൺ മസ്ക് തൻ്റെ സ്പേസ് എക്സ് വഴി സ്വകാര്യ വ്യക്തികളെ, ടൂറിസ്റ്റുകളെ സ്പേസിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ വലിയ ശാസ്ത്ര നേട്ടമാണ്, അതിൻ്റെ വലിയ ബിസിനസ് പങ്കാളിത്തമുണ്ട്. അപ്പോൾ ലോകം ഇന്ന് നേടിയിട്ടുള്ള ഏറ്റവും വലിയ ടെക്നോളജിയുടെ ഒരു വിജയം കൂടിയാണ് ഈ സ്പേസ് ഷിപ്പ്, മസ്കിൻ്റെ സ്പേസ് ഷിപ്പ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്താണ്? അതിൻ്റെ എഞ്ചിനാണെന്ന് വേണം പറയാം. പക്ഷേ എഞ്ചിനൊക്കെ ഉണ്ടെങ്കിലും ഈ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ വായുവുമായുള്ള ഘർഷണം കൊണ്ട് അത് കത്തിപ്പോവാതെ എത്ര തവണ പോയാലും അതിനെ സംരക്ഷിക്കുന്ന ആ ടൈലിൻ്റെ, ഹീറ്റ് ഷീൽഡിൻ്റെ ഒരു ടൈല് കൊടുത്തു എന്നതുവഴി പുതിയ ടെക്നോളജിയുടെ ഒരു താക്കോൽ നരേന്ദ്രമോദിക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ? അപ്പോൾ അതാണ് പ്രതീകാത്മകമായ ഒരു സമ്മാനമാണ് നരേന്ദ്രമോദിക്ക് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം മോദിയുടെ സന്ദർശനം കഴിഞ്ഞിട്ട് 4-5 ദിവസം ആവുന്നുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് വന്നിരിക്കുന്നത് എലോൺ മസ്ക് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാവുന്ന തരത്തിൽ 2 പരസ്യങ്ങൾ വന്നു. ഒന്ന് ലിങ്ക്ഡിൻ എന്തോ അറിയാമല്ലോ, ലിങ്ക്ഡിൻ, ആ സോഷ്യൽ മീഡിയയിൽ ജോബ് ഓപ്പർച്യൂണിറ്റിയൊക്കെ വരുന്ന അവിടെ 13 തസ്തികകളിലേക്ക് ഇന്ത്യയിൽ തൊഴിലവസരം ക്ഷണിച്ചുകൊണ്ട് പരസ്യം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ മസ്കിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എക്സിൽ ഉൾപ്പെടെയും വന്നിട്ടുണ്ട്. എന്താണ്? വേക്കൻസി ഉണ്ട് 13 പോസ്റ്റുകളിലേക്ക്. അതിനകത്ത് സെയിൽസ് മാനേജർ മുതൽ കസ്റ്റമർ സർവീസ് സംവിധാനം, അതിനുള്ള ആ ചുമതലയുള്ള ആളുകളെ വരെ ക്ഷണിച്ചുകൊണ്ടാണ് പരസ്യം ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാകുന്ന എന്താണ്? മസ്ക് ടെസ്ല കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ്. ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഏപ്രിൽ എലോൺ മസ്ക് ഇങ്ങോട്ട് വരുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും നമ്മൾ പോലും സംസാരിച്ചു. അതായത് മസ്ക് വരുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം മോദി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് മസ്ക് വരുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ തൊട്ടും ആരും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മസ്ക് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. അന്നേരം പറഞ്ഞു അന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ മോദി വരുന്ന കാര്യം ഉറപ്പില്ല, അതുകൊണ്ട് മസ്ക് ക്യാൻസൽ ചെയ്തു എന്നാണ് പൊതുവിൽ പറയപ്പെട്ടത്. അങ്ങനെയല്ല. കാരണം ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത്, അന്നുണ്ടായിരുന്ന പോളിസി പ്രകാരം മസ്കിന് ഇവിടെ തുടങ്ങാൻ പറ്റില്ല. ഇവിടെ അനുമതി വേണമെങ്കിൽ നമ്മൾ വിദേശ കാറുകൾക്ക് വലിയ തോതിൽ ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തുടങ്ങിയാൽ മാത്രമേ നികുതി ഇളവ് തരാൻ പറ്റുള്ളൂ എന്ന് നരേന്ദ്രമോദിയും ഗഡ്കരിയും
വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ചർച്ചയ്ക്ക് സാങ്കത്യമില്ല എന്ന് കണ്ടാണ് അത് ക്യാൻസലാക്കിയത്. അതായത് ഇവിടെ പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രമേ ഈ നികുതികൾ കൊടുക്കുള്ളൂ, അല്ലാതെ പറ്റില്ല എന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിതമായ നയം ഇന്ത്യയുടെ എന്നല്ല, രണ്ടാം മോദി സർക്കാരിൻ്റെ നയം. മൂന്നാം മോദി സർക്കാരാണ്. മൂന്നാം മോദി സർക്കാർ ആ നയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ നയം മാറിയേക്കാം. ലോകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ അനുസരിച്ച് എല്ലാ കാലവും ഇഞ്ചി കഷായം മാത്രം കഴിക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, ഇല്ല. അപ്പോൾ രണ്ടാമത്തെ സർക്കാരല്ല, മൂന്നാമത്തെ ടൈമിൽ മൂന്നാമത്തെ ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സ് മാറുകയാണ്. ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലിരുന്ന് വർത്തമാനം പറയുന്നു, ചായ കുടിക്കുന്നു, അവരൊന്നിച്ച് തോളെ കേട്ടു പോകുന്നു, അവർ പരസ്പരം സഹായിക്കാൻ പോകുന്നു. പുടിനും ട്രംപ് കൂടെ അടുത്ത് വരാൻ പോകുന്ന ആഴ്ചകളിൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ പോകുന്നു, അവർ സൗഹൃദം പങ്കുവെക്കാൻ പോകുന്നു. ഇന്നലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ ശീതയുദ്ധ കാലം മുതൽ തന്നെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ആ കിടമത്സരവും വൈരവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതൊക്കെ മാറി അവർ ബായി ആകുമ്പോഴാണ്. അപ്പോൾ ലോകം വല്ലാതെ മാറുമ്പോൾ നമുക്ക് ഈ കടുംപിടുത്തത്തിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഏതായാലും മസ്ക് ടെസ്ലയുമായി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ഏറ്റവും പുതിയ വിവരം ഡൽഹിയിലും ബോംബെയിലും അവർ സ്ഥലം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഡൽഹിയിൽ എയ്റോ സിറ്റിയുടെ വേൾഡ് മാർക്ക് എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടെ വേൾഡ് മാർക്ക് 3 എന്ന് പറയുന്ന ഒരു വലിയ ബിൽഡിങ്, അതൊരു കൂറ്റൻ മാളായിരുന്നു നേരത്തെ. അതിപ്പോൾ അവിടെ മാളില്ല. അതവിടെയാണ് ഡൽഹിയിൽ ടെസ്ലയുടെ ഷോറൂം വരുന്നതെന്ന് പറയുന്നത്, വേൾഡ് മാർക്ക് 3. ഇനി ബോംബെയിൽ ഈ പറയുന്ന വേൾഡ് മാർക്ക് 3 എന്ന് പറയുന്ന സാകേതിനും വസന്തകുഞ്ചിനും ഇടയ്ക്കുള്ള സ്ഥലമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുംബൈയിലാണെങ്കിൽ BKC എന്ന് പറയുന്ന പ്രദേശത്താണ് അവരുടെ അടുത്ത ഷോറൂം വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ടെസ്ല വരാൻ പോകുന്നത്, ഒന്ന് ഡൽഹിയിലും ഒന്ന് മുംബൈയിലും. അപ്പോൾ ഇതിനകത്ത് ഈ പ്രധാനപ്പെട്ട ജോലികൾക്ക് 13 പ്രധാനപ്പെട്ട തസ്തികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്, അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തമാക്കുന്നത് ഈ സ്റ്റോർ മാനേജർ മുതൽ സർവീസ് കസ്റ്റമർ മാനേജർ വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ സാധനം വിൽക്കാനും അതിൻ്റെ സർവീസ് വരെ നടത്താനുള്ള സംവിധാനം ടെസ്ല ഇന്ത്യയെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്ത്യയിൽ ടെസ്ല വരുന്നു എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ട്രംപും മോദിയും ഈ കാണുന്നതിന് തൊട്ട് മുമ്പ് ട്രംപും പറഞ്ഞു, മസ്കും പറഞ്ഞു, ഇന്ത്യയിൽ കാറുകൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഈ മാറ്റം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ഇക്കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ തയ്യാറാണ്. വിദേശ കാറുകൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ ടെസ്ല കാറിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകളാണെന്ന് പറയുന്നു. അവർക്ക് മോഡൽ S, X, 3, പിന്നെ മോഡൽ Y എന്നൊക്കെ പറയുന്ന ഒരുപാട് കാറുകളുണ്ട്. ഒരുപാടില്ല, 5-6 വെറൈറ്റികളുണ്ട്. അതിൽ ലോകത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള SUV, ഇലക്ട്രിക് XUV സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണ് മോഡൽ Y എന്ന് പറയുന്നത്. 2023 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട, ഏറ്റവും ഡിമാൻഡ് ഉണ്ടായ കാറ് ടെസ്ലയുടെ മോഡൽ Y ആയിരുന്നു. പിന്നെ നമ്മൾ കേട്ടില്ലേ സൈബർ ട്രക്ക്, റോഡ്സ്റ്റർ, സെമി തുടങ്ങിയ കാറുകളൊക്കെ വളരെ ഫേമസ് ആയ വണ്ടി. ഈ സൈബർ ട്രക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? റഷ്യ പുടിൻ്റെ വളരെ അടുത്ത ഒരു ആണവ ചുമതലയുള്ള സൈനിക മേധാവി കൊല്ലപ്പെട്ടില്ലേ ഒരു സ്ഫോടനത്തിൽ? അതൊരു സൈബർ ട്രക്ക് കാറിനകത്ത് വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചാണ് മരിച്ചത്. അങ്ങനെയാണ് സൈബർ ട്രക്ക്. അല്ലാതെ കാർ എല്ലാവർക്കും അറിയാം, പക്ഷെ വാർത്തകളിലൂടെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട സൈബർ ട്രക്കെന്ന പേരുണ്ടെങ്കിൽ ട്രക്കല്ല, അത് കാർ തന്നെയാണ്, സൈബർ ട്രക്ക്. ആ വണ്ടിയിലാണ് അന്ന് അവിടെ ബോംബ് വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വണ്ടികളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നതും ഈ നമുക്ക് സാധാരണ അത്ര അഫോർഡബിൾ അല്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ മോഡൽ എസിന് 1.50 ക്രോർസാണ്, 1,50,00,000 രൂപ വില വരും മോഡൽ എസിന്. സൈബർ ട്രക്കിന് 50 മുതൽ 70 ലക്ഷം രൂപയാണെന്ന് പറയുന്നു. പിന്നെ എക്സ് എന്ന് പറഞ്ഞ മോഡൽ എക്സിന് 2 കോടി രൂപ വിലയുണ്ട്. Y എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറ് മോഡൽ Yക്ക് ഏതാണ്ട് 70 ലക്ഷം രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിലെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വാഹനങ്ങളോട് മത്സരിക്കാൻ ഉതകുന്ന വിലയാണുള്ളത്. പക്ഷേ ഈ വണ്ടി ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നിലവിലുള്ള നികുതി അനുസരിച്ച് ഇരട്ടിയിലേറെ പൈസ ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ ടാക്സ് ഒഴിവാക്കി കിട്ടിയാൽ ടെസ്ല കാറുകൾ ഇന്ത്യയിലെ മറ്റ് പല കാറുകളെ കുറിച്ചും മത്സരിക്കാൻ പോകുന്ന കാറുകളാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്ന മഹീന്ദ്ര ആണല്ലോ ഇപ്പോൾ നമ്മുടെ ഓട്ടോമൊബൈൽ രംഗത്ത് ടാറ്റയും മഹീന്ദ്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് EVയുടെ ഇപ്പോൾ മഹീന്ദ്രയുടെ 2 കൊതിപ്പിക്കുന്ന 2 വണ്ടികളുണ്ട്, B6, 9e. ഇപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചതുള്ളൂ. അതായത് ടെസ്ലയെപ്പോലെ ക്യൂട്ടായ, ഒരുപക്ഷെ ടെസ്ലയെക്കാളും ഭയങ്കരമായ ലുക്കുള്ള വണ്ടികളാണ്. അതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചതുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിലുണ്ട്. 6e എന്നുള്ളത് പിന്നെ അവർ സെക്സി എന്ന് വായിക്കും എന്നുള്ളതുകൊണ്ട് പേര് മാറ്റി B6 എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. B6ഉം 9eയും ഈ വണ്ടികൾ
ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിനോടൊക്കെ മത്സരിക്കുന്ന വണ്ടികളായിട്ട് ടെസ്ല വരുമ്പോൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്ക പൊതുവിലുണ്ട്. പക്ഷേ നമുക്കത് നല്ല കോമ്പറ്റീഷൻ വരട്ടെ. ഇപ്പോൾ ടെസ്ല വരുന്നു, ടെസ്ലയെ വല്ല ഇപ്പം ഈ മഹീന്ദ്രയുടെ ഈ പുതിയ 2 വണ്ടികൾ 500-600 കിലോമീറ്ററൊക്കെ ഒറ്റ ചാർജിങ്ങിൽ ഓടുന്ന വണ്ടികളാണ്. 15-20 മിനിറ്റ് കൊണ്ട് 70% വരെയൊക്കെ ചാർജ് ആവുന്ന വണ്ടികളൊക്കെയാണെന്ന് പറയുന്നു. വിലയാണെങ്കിൽ മഹീന്ദ്രയുടെ വണ്ടികൾക്ക് ആ സെഗ്മെൻറ്റിലുള്ള മറ്റു വണ്ടികളെ അപേക്ഷിച്ച് വിലയും കുറവാണ്. അപ്പോൾ ടെസ്ലയ്ക്ക് ഇത്രയും കൂറ്റൻ വിലയുമായി വരുന്ന വണ്ടിക്ക് ടാക്സും കൂടി ഉണ്ടെങ്കിൽ, ടാക്സ് ഒഴിവാക്കി കൊടുത്തില്ലെങ്കിൽ എങ്ങനെ മത്സരിക്കാൻ പറ്റുമെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഇനി വില കുറച്ച് വിൽക്കുകയോ ടാക്സ് ഒഴിവാക്കി കൊടുക്കുകയോ ചെയ്താൽ നമ്മുടെ തദ്ദേശീയമായ ഓട്ടോമൊബൈൽ രംഗത്ത് ഒരു വലിയ വെല്ലുവിളിയാണ്. അല്ല, ഇപ്പം നിലവിൽ 150% ടാക്സ് എന്നുള്ള 70%-ത്തേക്കൊക്കെ മാറ്റി കൊടുക്കാമെന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താമെന്നുള്ളതിൻ്റെ സൂചനയും മസ്ക് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ല, മസ്ക് നേരത്തെ പറഞ്ഞപ്പോഴും മസ്ക് പറഞ്ഞ അങ്ങനെയല്ല. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ ആദ്യം വിൽക്കാൻ സമ്മതിക്കേ, വിൽപ്പന നടന്നു കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ എന്നായിരുന്നു മസ്കിൻ്റെ അന്നത്തെ കടുപ്പിടുത്തം. ഇപ്പോൾ വിൽപ്പന നമ്മൾ അനുവദിച്ചതിന് ശേഷം നമ്മൾ സാങ്കല്പികമായിട്ട് നോക്കുക, വിൽപ്പന അനുവദിച്ചു, അതിനുശേഷം മസ്ക് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല എന്നെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് പിന്നെ അതിൻ്റെ വലിയ ഗുസ്തിക്ക് പോകാൻ പറ്റില്ല. ഈ ഫോർഡ് വണ്ടികൾ നോക്കൂ, ഫോർഡിൻ്റെ യൂണിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അവരിവിടുന്ന് പൂട്ടിപ്പോയി. ഫോർഡ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അമേരിക്കൻ കമ്പനിയാണല്ലോ. ഫോർഡ് പൂട്ടിക്കൊണ്ടുപോയി. ബട്ട് ഫിയറ്റ് വേണ്ട അവസാനിപ്പിച്ചു പോയി. ഷവർലെ ബ്രിട്ടീഷ് കമ്പനിയാണ്, നിർത്തിപ്പോയി. ഷവർലെ കാറൊക്കെ ഒരു കാലത്ത് ഭയങ്കര വിഖ്യാതമായ ഇവരൊക്കെ നിർത്തിപ്പോയി. ഫിയറ്റിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. അപ്പം ഈ വിദേശത്ത് നിന്ന് വന്ന പല വണ്ടികളും ഇങ്ങനെ പോയിട്ടുണ്ട്. ഫോർഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഫോർഡിനെ കുറിച്ച് പറഞ്ഞു കേട്ടത്, ഫോർഡ് അമേരിക്കയിൽ നിന്ന് അവരുടെ കണ്ടം ചെയ്ത യൂണിറ്റോ മറ്റാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. എന്നിട്ട് അത് വെച്ച് പ്രൊഡക്ഷൻ ഉണ്ടാക്കി. ഈ വണ്ടികൾ വലിയ മൂവ് ആയില്ല. പക്ഷേ ഫോർഡിൻ്റെ എൻഡവർ പോലെയുള്ള വണ്ടികൾക്ക് വലിയ അതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഇവിടുത്തെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അവരുടെ ഈ പ്രൊഡക്ഷൻ പ്രൈസിനെക്കാട്ടിയും വില കുറച്ച് സാധനം കൊടുത്തു. അപ്പോൾ കമ്പനിക്ക് നഷ്ടമുണ്ടായി. ആ നഷ്ടത്തെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയില്ല അവർ പ്ലാന്റ് എടുത്തെടുത്തോണ്ട് പോയി. ഇപ്പോൾ വീണ്ടും ഫോർഡ് വരികയാണെന്ന് പറയുന്നത്. അപ്പോൾ പുതിയ കാലാവസ്ഥയിൽ വീണ്ടും ഈ വാഹനങ്ങളൊക്കെ വരികയും ഓട്ടോമൊബൈൽ രംഗത്ത് വലിയ കുതിച്ചു കയറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചൈനീസ് വണ്ടികളുടെ BYD അല്ലെങ്കിൽ MG ഹെക്ടർ, ഈ വണ്ടികളൊക്കെ ചൈനീസ് വണ്ടികളാണെന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായി. BYD ഇഷ്ടംപോലെ വണ്ടികൾ ഇറങ്ങുന്നു. MG ഹെക്ടറിൻ്റെ പല സീരീസ് വണ്ടികൾ വരുന്നു. ഇപ്പോൾ അവർ MG ഹെക്ടർ പുതിയ ഓഫർ വെച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ബാറ്ററി വാങ്ങണ്ട, ബാറ്ററി റെൻ്റൽ. ചെറിയ വണ്ടികൾ, ആ ചെറിയ 7 ലക്ഷം രൂപയുടെ ചെറിയ അവരുടെ ഇലക്ട്രിക് വണ്ടി ഉണ്ടല്ലോ, അതിന് കിലോമീറ്ററിന് 2.5 രൂപ വെച്ച് റെൻറ്റ് കൊടുത്താൽ ബാറ്ററി കിട്ടും. ബാറ്ററി വാങ്ങണ്ട, ബാറ്ററി കമ്പനി തരികയാണ്. നമ്മൾ മാസം തോറും ഓരോ കിലോമീറ്ററിനും 2.5 രൂപ വെച്ച് കൊടുക്കുക. വണ്ടിയുടെ സെഗ്മെൻറ്റ് കൂടുന്നതനുസരിച്ച് ബാറ്ററി റെൻ്റൽ കൂടും. 5 രൂപ 6 രൂപ വരെയൊക്കെ ആവുന്നുണ്ട് കൂടിയ വണ്ടിക്ക്. പക്ഷേ ബാറ്ററി വാങ്ങണ്ട എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയിൽ 5 മുതൽ 10-12 ലക്ഷം രൂപ വരെയുടെ വില വ്യത്യാസം ഉണ്ടാകുന്നു. മാസം തോറും EMI അടയ്ക്കുന്ന പോലെ ബാറ്ററി ചാർജ് അടച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് വണ്ടിക്ക് 5-8 വർഷം കഴിയുമ്പോൾ ബാറ്ററി ഒരു വേസ്റ്റാണ്, ബാറ്ററി മാറേണ്ടി വരും. ഇതിന് ബാറ്ററി മാറുകയേ വേണ്ട. കാരണം ഇപ്പോൾ വാടകയ്ക്ക് നമുക്ക് MGയിൽ വെച്ചിരിക്കുന്ന ബാറ്ററി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കമ്പനിയുടെ ഉത്തരവാദിത്തം മാറി വേറെ വെക്കുക എന്നുള്ളത് നമ്മളറിയേണ്ട കാര്യം. നമ്മൾ മാസം തോറും ഒരു തുക അടച്ചുകൊണ്ടിരിക്കണം. അത് പെട്ടെന്ന് മാസം തോറും പൈസ അടയ്ക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മിക്കവാറും ദിവസം തോറും പൈസ അടയ്ക്കുന്നുണ്ട് പമ്പിൽ, അല്ലേ? അതിന് പകരം നമ്മൾ മാസത്തിൽ ഒരു നിശ്ചിത തുക മാസം അടയ്ക്കുക. ഇത്ര കിലോമീറ്റർ മിനിമം ഓടുക, അതിന് ഇത്ര രൂപ, കിലോമീറ്ററിന് ഇത്ര രൂപ. അങ്ങനെ വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം നമ്മുടെ ഓട്ടോമൊബൈൽ രംഗത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ കാറുകൾക്ക് ഏറ്റവും നല്ലൊരു വിപണിയായി ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ടെസ്ല കൂടി വരുമ്പോൾ നമ്മുടെ സ്വന്തം വണ്ടികളായ ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടി വരും. ടാറ്റ ഇപ്പോൾ ഒരു ഗ്ലോബൽ പ്ലെയർ ആണല്ലോ. ടാറ്റ ഇപ്പോൾ ഫോർഡ് പോലെ ജാഗ്വാർ പോലെയുള്ള വിദേശ വണ്ടികളൊക്കെ കൊളാബറേറ്റ് ചെയ്തല്ലേ. ടാറ്റ ജാഗ്വാർ പോലെയുള്ള വണ്ടികൾ, റേഞ്ച് റോവറിനെയൊക്കെ ടാറ്റ വിലക്കെടുത്തു. ഇപ്പോൾ റേഞ്ച് റോവർ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ വണ്ടിയാണ്. അപ്പോൾ ഒരു ആഗോള പ്ലെയറായിട്ട് ടാറ്റ മാറുന്നു. മഹീന്ദ്രയുടെ വണ്ടികളും നമ്മളെ മിന്നിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന വണ്ടികളുമായിട്ടാണ് വരുന്നത്. ഇപ്പം വളരെ നമ്മുടെ നിരത്തുകളിലൊക്കെ താർ പോലെയുള്ള വണ്ടികൾ വളരെ റോഡുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കോമ്പറ്റീഷൻ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഓട്ടോമൊബൈൽ രംഗവും നന്നാവും. ആളുകൾക്ക് കോമ്പറ്റീറ്റീവ് റേറ്റിൽ നല്ല വണ്ടികൾ കിട്ടുമായിരിക്കും. ഇലക്ട്രിക് വിപ്ലവമാണല്ലോ ടെസ്ല മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ടെസ്ല വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ടെസ്ലയ്ക്ക് കൂടുതൽ ജനപ്രിയത ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഇലക്ട്രിക് വണ്ടികൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും വിദേശ വണ്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയെ തളർത്തും എന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. ടെസ്ലയും വരട്ടെ, നമുക്ക് നോക്കാം. നമുക്ക് മഹീന്ദ്രയും ടാറ്റയും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ മത്സരിക്കട്ടെ. ഏതായാലും ഇന്ത്യയുടെ വാതിലുകൾ കൂടുതൽ തുറക്കപ്പെടുകയാണ്. പക്ഷേ ഇന്ത്യ മാത്രമല്ല വാതിൽ തുറക്കുന്നത്. നമ്മളൊരു വാതിൽ തുറക്കുമ്പോൾ
ഈക്വലായിട്ട് അമേരിക്കയിലേക്കും നമുക്കൊരു വാതിൽ തുറക്കുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഇത് റെസിപ്രോക്കൽ ആയിരിക്കും, നിങ്ങൾ കൂട്ടിയാൽ ഞങ്ങൾ കൂട്ടും, നിങ്ങൾ കുറച്ചാൽ ഞങ്ങൾ കുറയ്ക്കും. അപ്പോൾ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്കും അതുപോലെ വാതിലുകൾ തുറന്നു കിട്ടും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.